അവിടെ തന്നെ മുക്കി കൊല്ലട ആ തീറ്റി പണ്ടാരത്തിന്. മൂന്ന് ദിവസം അന്വേഷണമൊക്കെ ഓടിയത് കൊട്ടകയിൽ ഒരു പൂച്ച പോലും ഇല്ലാതെയാ. ഏതെങ്കിലും ഒരു ഷോയ്ക്ക് മീനാക്ഷിയും കൂട്ടി താൻ വരുമെന്ന് കരുതി. അത് മീനാക്ഷിക്ക് ഭ്രാന്തായി പോയോ? അല്ല, ഞാനതെങ്ങനെ പറയും? എല്ലാരും പറയും പോലെ വായ കൊണ്ട് പറഞ്ഞാ മതി. അതല്ല, അവൾക്ക് ആ സാരി ഇഷ്ടപ്പെട്ടില്ല. അതെന്ത്? അതിന്റെ നിറം നീലയല്ലേ, പിന്നെ ബോർഡറിൽ കറുത്ത പൂക്കളാ തീരെ ഇഷ്ടപ്പെടാത്തത്. എന്നിട്ട് ആ സാരി എവിടെ? വെള്ളപ്പൊക്കക്കാർ കൊടുത്തു. വെള്ളപ്പൊക്കക്കാരൻ? ആ, വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞ് ഓരോ വർഷം രാജസ്ഥാനിൽ നിന്ന് നോട്ട് ബുക്കുമായിട്ട് ചില ഇരപ്പാളുകൾ വരില്ലേ, അവർക്ക് കൊടുത്തു. പിന്നെ ഏത് നിറം കൊടുത്താൽ അവള് വരും? മഞ്ഞയും ഓറഞ്ചും ഒക്കെ അവൾക്ക് ഇഷ്ടം. ഇതെന്തുകൊണ്ട് താൻ നേരത്തെ പറഞ്ഞില്ല? ഇപ്പോഴല്ലേ ചോദിച്ചത്. അത് മാത്രമല്ല പ്രശ്നം, ഞാൻ അവളോട് സംസാരിച്ചു മനസ്സറിയാൻ. അപ്പോഴാണ് ഒരു കാര്യം പിടികിട്ടിയത്. എന്ത്? അവൾക്കൊരു സംശയം, ഷൺമുഖൻ അവളെ നന്നായി നോക്കുമോ എന്ന്. അവളോട് എന്റെ മുമ്പിലൊന്ന് വരാൻ പറ, ഞാൻ നന്നായിട്ട് നോക്കി കാണിച്ചു കൊടുക്കാം. ആ നോട്ടമല്ല, വിവാഹത്തിന് ശേഷം അവളുടെ ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുക്കുമോ എന്ന്. എന്താഗ്രഹം? കാറോ, ബംഗ്ലാവോ, ആഭരണങ്ങളോ? അവളുടെ ഓരോരോ ആഗ്രഹങ്ങൾ കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അവൾക്ക് റോക്കറ്റിൽ കയറി സഞ്ചരിക്കണമെന്ന്. റോക്കറ്റോ? ആ, ആരോ പറഞ്ഞ് പൂതി കയറ്റി വെച്ചിരിക്കുക. അതിനെന്ത് വില വരും? ഒരു 50,000. എനിക്കറിഞ്ഞൂടാ. എവിടെ കിട്ടും? തുമ്പയിലൊന്ന് അന്വേഷിച്ചു നോക്കി അറിയാം. അത് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. തൽക്കാലം സാരിയുടെ കാര്യം ഞാൻ ഏറ്റു. സാരി തന്നിട്ടും സിനിമയ്ക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ പൊട്ടനെ അറിയാലോ, അവനെ ഇനിയും ജയിലിലേക്ക് അയക്കരുത്. എനിക്കെങ്ങും വേണ്ട അവന്റെ സാരിയും ഗാമി. എന്താടി അവനൊരു കുറവ്? കാശില്ലേ? കാണാൻ കൊള്ളൂലേ? അയ്യടാ, നല്ല ശേലല്ലേ, കാട്ടുമകം കണ്ണാടി വെച്ച പോലുണ്ട് ആ വായി നോക്കി. ഓ, നിന്നെ കെട്ടാൻ ഇപ്പൊ ശിവേന്ന് രാജകുമാരൻ വരും. ആ വരും. വരും. ആ മരംകോട മണികണ്ഠനല്ലേ, അതിന് വെച്ച് വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. മര്യാദക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്ന നല്ലത്. കെട്ടണ്ട, വേണ്ട, ഞാൻ കെട്ടണമെന്ന് പറഞ്ഞില്ല. സാരി ഞാൻ എടുത്തോളാം, അവക്ക് കൊടുത്തോന്ന് പറഞ്ഞാ മതി. കൊറേ ആയി വാങ്ങിക്കൂട്ടുന്നു, മിക്കവാറും നീ തന്നെ അവനെ കെട്ടേണ്ടി വരും. ഞാൻ ഭാഗ്യവാനാണ്. എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് ഒറ്റക്കൊന്ന് കണ്ടുമുട്ടുക എന്ന് ആഗ്രഹിച്ച് ഞാൻ ഈ ഏരിയ മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ വേണ്ടേ? എന്താ വേണ്ടതെന്ന് ഞാനല്ലേ ചോദിക്കേണ്ടത്? അമ്പിളി അമ്മ അവനെ പിടിച്ചു തരാൻ പറയൂ, ഞാൻ പിടിച്ചു തരാം. പാൽക്കടൽ കടഞ്ഞ് വെണ്ണ എടുത്തു തരാൻ പറയൂ, ഞാൻ എടുത്തു തരാം. വെണ്ണയും നെയ്യൊക്കെ എന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ റോക്കറ്റിന്റെ കാര്യം ഞാൻ അന്വേഷിച്ചു. അക്കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ ഉണ്ട്. ഒരു റഷ്യക്കാരി പെണ്ണ് പണ്ടൊരു റോക്കറ്റിൽ കയറിയിട്ടുണ്ട്, പിന്നെ കയറിയത് ഒരു പട്ടി. റോക്കറ്റ് നമുക്ക് വേണോ? എന്തൊക്കെ ഇയാളീ പറയുന്നേ? മീനാക്ഷിയുടെ മറ്റേത് ആഗ്രഹത്തിനും ഈ ഷൺമുഖനെതിരെ നിൽക്കില്ല. എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാനേ എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല. അതിനൊക്കെ എനിക്ക് വേറെ ആളുകളുണ്ട്. ആര്? ആരാ ചാര്? മീനാക്ഷിയെ കണ്ടു, സംസാരിച്ചു. അയ്യോ, എന്തേ? എന്നിട്ട് അവളെന്ത് പറഞ്ഞു? തന്തയ്ക്ക് പറഞ്ഞില്ല. ഒരു കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ചോദിച്ചതെല്ലാം കൊടുത്തിട്ടും അവൾ എന്തുകൊണ്ട് ഇതുവരെ സിനിമയ്ക്ക് വന്നില്ല? അല്ല, അതിപ്പോ ഉരുണ്ട് കളിക്കാൻ നോക്കിയ ഒട്ടൻ ഇപ്പൊ നിന്റെ കൈ രണ്ടും തല്ലിച്ചതയ്ക്കും. അതെ, കാര്യം ഇനി ഞാനെല്ലാം തുറന്നു പറയാം. അവളൊരു പുതിയ ബന്ധത്തിൽ ഞാൻ ചാടിയിരിക്കുക. അതേ ഷൺമുഖം, നന്ദി കടല്ലേ അവള് കാണിച്ചത്. അല്ല, ഒരു കണക്കിന് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സുന്ദരൻ, സുമുഖൻ, ഈ നാട്ടിൽ ഇതുവരെ ആരും കാണാത്ത വേഷങ്ങൾ. ഏത് പെണ്ണും വീണു പോകും. താനൊന്ന് തെളിച്ചു പറയണോ? അതേ ഷൺമുഖ, ആ പട്ടാളക്കാരൻ വിരിച്ച വലയിൽ ആ പാവ പെണ്ണും കുടുംബം വീണിരിക്കുക. ആ വലയ്ക്ക് പുറത്തൊരൊറ്റ ആളേ ഉള്ളൂ, ഷൺമുഖനോട് നന്ദിയുള്ള മനുഷ്യൻ, മീനാക്ഷിയുടെ അച്ഛൻ എന്നെ ഞാൻ. അപ്പൊ ഇനി എന്ത് ചെയ്യും? അച്ഛനെ നമ്മൾ ഒന്നുകൂടി മുറുക്കി പിടിക്കണം. ആ പട്ടാളത്തെ എത്രയും പെട്ടെന്ന് ഇവിടെ കെട്ടിക്കണം. മീനാക്ഷിക്ക് വേണ്ടി ഞാൻ എന്ത് കടുങ്കയും ചെയ്യും. 24 മണിക്കൂറിനകം പട്ടാളക്കാരൻ പട്ടിയെ പോലെ ഇവിടുന്ന് വാലും പൊക്കി ഓടും. അവനകത്തോട്ട് പുറത്തു പോയിട്ടില്ല. ചോദിക്കാനും പറയാൻ നിൽക്കണ്ട, കേറി തല്ലിടണം. കാല് രണ്ടും വെട്ടിക്കളയാം. കിഴങ്ങ കാല് വെട്ടിക്കളഞ്ഞാൽ അവനെങ്ങനാടാ ഈ നാട്ടിൽ നിന്ന് പോകുന്നേ? അവനിവിടുന്ന് ജീവനും കൊണ്ട് ഓടണം, അത്രയല്ലേ വേണ്ടു? സ്ഥലം വിട്ടില്ലെങ്കിൽ നിന്നെ കൊന്നു കുഴിച്ചു മൂടും തെണ്ടി എന്ന് പറഞ്ഞ് ഞാൻ അവനെ വരട്ടും. അവൻ വല്ല ചൊറിയുന്ന വർത്തമാനമായിട്ട് വന്നാൽ അപ്പൊ ഞാൻ വിസിലടിക്കും. നിങ്ങൾ ഉടനകത്ത് വരുന്നു, അവനെ ഇടിച്ച് കലക്കുന്നു, വല്ല ഗുഡ്സ് വണ്ടിയിലും ഇട്ട് അതിർത്തി കടത്തുന്നു. ഓക്കെ, എല്ലാം പറഞ്ഞതുപോലെ.
എന്താ തീപ്പെട്ടി ഉണ്ടാ? തീപ്പെട്ടി? ഇല്ലെങ്കിൽ വേണ്ട, ഓട്ടെ. വണ്ടി എടുക്ക്. വരണ്ടോ? ഏയ് ഞാൻ വരണ്ടോന്നുമില്ല. പട്ടാളം വരണ്ടോ? ആ അത് വരണ്ടു. ഉടനെ സ്ഥലം വിട്ടോളാന്ന് പറഞ്ഞു. വണ്ടി എടുക്കടാ പൊട്ടാ. സാറിന്റെ കൈയും കാലും മറക്കുന്നു. അത് അവനെ കണ്ടപ്പോ ഞാൻ വിറച്ചു. ഞാനല്ല, അവനെ തല്ലാൻ എന്റെ കൈ വിറച്ചു. പക്ഷെ അത് വേണ്ടി വന്നില്ല. അവൻ ഉടനെ പോയിക്കോളാന്ന് പറഞ്ഞു. നാളെ ഇവിടെ കാണില്ല. എനിക്ക് അർജന്റ് ആയിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. വണ്ടി എടുക്കടാ പൊട്ടാ. ഇനി ഞാനില്ല, എന്നെ കൊണ്ട് നടക്കാൻ വയ്യ, ഞാൻ പോണു. ഡാ, അവിടെ നിക്കടാ. ഡാ, അവിടെ നിക്കാൻ. ഒരുങ്ങൻ മാനുണ്ട്, പുലിയുണ്ട്, മാങ്ങാ തൊലിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എലിയെ പോലും കാണാനില്ലല്ലോ. കുറച്ചുകൂടെ ഉള്ളിൽ പോണം. ഉള്ളി പോണെന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. പുലി പോയിട്ടൊരു പൂച്ചയെങ്കിലും കണ്ടാ മതിയായിരുന്നു. കടുവ. ഏ? കടുവയും പുലിയൊന്നും ഇവിടെ ഇല്ല. ചെറിയച്ഛൻ ബടായി പറഞ്ഞതാ. ആ. അതയാളുടെ വീമ്പ് കേട്ടപ്പോഴേ എനിക്ക് തോന്നിയതാ. സാറ് പുലിയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോന്നോ? ഞാൻ ഒരിക്കൽ ഹിമാലയത്തിന് താഴെ ഒരു കാട്ടില് ഞാൻ ഒറ്റയ്ക്കാ, സന്ധ്യയായി കാണും. ഒരു വളവ് തിരിഞ്ഞു വരുമ്പോ 15 അടി മുമ്പിൽ നിൽക്കുന്നു ഒന്നല്ല 2 പുലി. തോക്കിലാണെ ഒരു ഉണ്ടേ ഉള്ളൂ. അയ്യോ, അയ്യോ പൊത്തോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ബുദ്ധി ഉപയോഗിക്കണം. രണ്ടും ഒന്നിച്ചു മുമ്പോട്ട് കുതിച്ചു. എന്നിട്ട് ഒരുണ്ട 2 പുലി, 2 പുലി ഒരുണ്ട്. ഈ പുലിയെ ഞാൻ കൊന്നാൽ ആ പുലി എന്നെ തിന്നും, ആ പുലിയെ ഞാൻ കൊന്നാൽ ഈ പുലി എന്നെ തിന്നും. എന്റെ അമ്മേ. ഭാഗ്യത്തിന് എന്റെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു. ആ കത്തി എടുത്ത് ഞാൻ തോക്കിന് മുമ്പിൽ ഇങ്ങനെ അങ്ങ് പിടിച്ചു. എന്നിട്ട് ഉന്നം നോക്കി ഒരൊറ്റ വെടി. ഉണ്ട കത്തിയെ തൊട്ട് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടിനും പള്ളക്കിന്ന് കയറി. രണ്ടും കൂടെ തലയും കുത്തി താഴെ. ഇതിനായിരിക്കും അല്ലേ ഒരു വെടിക്ക് 2 പുലിന്ന് പറയുന്നേ? ഓ, കേട്ടിട്ട് പേടിയാവുന്നു. ഏതായാലും അധികം ഉള്ളിലേക്ക് പോണ്ട. കാട്ടാന മലയിറങ്ങണ നേരാ. ഒരു ഒറ്റയാനെ ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം വിറക് വെട്ടാൻ പോയ 3 ആളെ കൊന്നു. വെറുതെ അല്ലേ ഇത് കയ്യിൽ വെച്ചോണ്ട് നടക്കുന്നത്? മർമ്മം നോക്കി കീറും ഞാൻ. നീ ഒന്ന് ചിലക്കാണ്ട് നടന്നാ മതി. അയ്യോ, ഒറ്റയാനെ സൂക്ഷിക്കണം. നീ ഇങ്ങനെ ചളചളാന്ന് നാക്കിട്ടടിച്ചോണ്ട് നടക്കുന്നുണ്ടാ ഒരു ഈച്ച പോലും അടുത്തേക്ക് വരാത്തത്. നീ ഇവിടെ നിൽക്ക്. എരണം കെട്ടത് കൂടെ വന്നാൽ ഒരു കൂറ പോലും കിട്ടുകയില്ല. കാട്ടാനയുടെ മനഃശാസ്ത്രമൊക്കെ എനിക്കറിയാം. അതെ, അറിയാനേ അങ്ങോട്ട് നടക്കാനേ. ഇതാ കോമന്നാരുടെ ആനയാ. കാട്ടില് തടി പിടിക്കാൻ കൊണ്ടുവന്നതാ. എന്നാ പിന്നെ അത് നേരത്തെ അങ്ങ് പറഞ്ഞു തുറച്ചുകൂടായിരുന്നു. അതല്ലേ പറയാൻ വന്നത്. എന്താ സിനിമ നിർത്തിയത്? ഇന്നിനി കളിയില്ല. ഞങ്ങളുടെ ഇന്ന് കാശും വാങ്ങിച്ച് പെട്ടിയിലിട്ടിട്ട് ഇന്നിനി കളിയില്ലെന്നോ? അടുത്ത ഷോ എപ്പോഴാണെന്ന് ഞാൻ തീരുമാനിക്കുമ്പോ ഈ ടിക്കറ്റിന്റെ കുറ്റിയും കൊണ്ട് വന്നാ മതി. ഇവന്റെ കുറ്റിക്ക് ഒന്ന് കൊടുത്താൽ മതി, അപ്പൊ ഷോ തുടങ്ങും. ആരെന്ത് പറഞ്ഞാലും ഷോ ഇല്ലെന്ന് പറഞ്ഞാൽ ഷോ ഇല്ല. കാരണം കറണ്ട് ഇല്ല. അപ്പൊ അത് ലൈറ്റ് എത്തുന്നതോ? അത് ലൈറ്റിന്റെ ഇഷ്ടം. എന്തായാലും സിനിമ ഓടിക്കാൻ പറ്റില്ല. എന്താ ശരിക്കുള്ള പ്രോബ്ലം? പ്രൊജക്ടർ ഓടുന്നില്ല. എന്താ പ്രൊജക്ടറിന് കാലൊളിക്കും? ഇല്ല, പ്രൊജക്ടറിന് വയറിളക്കം. എന്നാ കുറച്ച് കടിഞ്ചായാലും നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് അതിന്റെ അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇളക്കം നിൽക്കും. വെറുതെ അതും ഇതും പറഞ്ഞ് ഒഴിയാൻ നിൽക്കണ്ട. എന്താ ഷോ ഇല്ലാത്തതെന്ന് അറിഞ്ഞേ തീരൂ. ഇയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്റെ പ്രൊജക്ടറിന്റെ ഗിയർ പോയി. പ്രൊജക്ടറിന് ഗിയർ? എന്റെ പ്രൊജക്ടറിന് ഗിയർ ഉണ്ട്, ക്ലച്ച് ഉണ്ട്, സ്റ്റിയറിംഗ് ഉണ്ട്. എന്താ സാറിന് കുഴപ്പമുണ്ടോ? ഓഹോ, ഷോ ഇല്ലാത്ത ദിവസം പ്രൊജക്ട് ടാക്സി ആയിട്ട് ഓടിക്കാറുണ്ടോ? ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്. ഒരു തർക്കക്കാരൻ. ഞാൻ എന്തിനാ വന്നിരിക്കുന്നത് തനിക്ക് അറിയണോ? വേണ്ട, വെറുതെ അയാളോട് വർത്തമാനത്തിന് പോണ്ട. നമുക്ക് പോവാം, വാ. ലോകത്ത് ഇതുവരെ കാണാത്ത ഓരോ വേഷവും കിട്ടി ഇറങ്ങിയിരിക്കും. ഇവൻ പൊട്ടന്റെ കയ്യിൽ നിന്ന് 2 എണ്ണം വാങ്ങിയിട്ടേ പോകുന്നത്.